ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊണാമി നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായി വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ആ പാക്കിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഫ്രാൻസിൻ്റെ ചെയ്തു, അതുപോലെ തന്നെ പോർച്ചുഗലിലെ റൊണാൾഡോയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ കമൻറ്റ് വന്നു ഇംഗ്ലണ്ടിനോട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇംഗ്ലണ്ടിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് മാനേജറായിട്ട് ഒരു തുച്ചേലിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതും പൊസിഷൻ ഗെയിം 90 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാരി കെയിൻ്റെ ഒരു കിഡിലൻ എപ്പിക് കാർഡും അവൈലബിൾ ആവുന്നുണ്ട്. അതും ലോ സ്ക്രീമർ പറഞ്ഞ സ്കില്ലായിട്ട് കേട്ടോ. അപ്പോൾ കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. കെയിൻ ആയിക്കോട്ടെ റൊണാൾഡോ ആയിക്കോട്ടെ നല്ല സ്റ്റാറ്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻ ഗെയിമിൽ എങ്ങനെ ഉണ്ട് അവരുടെ പെർഫോമൻസ് നോക്കി നോക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ഹൈലൈറ്റ് കാർഡും തന്നിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ എലിയറ്റ് ആൻഡേഴ്സ് ഉണ്ടല്ലോ. സോ ചെങ്ങായിയുടെ കാർഡ് നമ്മുടെ ഓണർ റിലീസ് ചെയ്ത്, അതുപോലെ തന്നെ നിക്കോറിലിയുടെ കാർഡും റിലീസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ പകരം ഇപ്പോൾ അർണോൾഡിനെയും റൈസിനും ഇട്ടിട്ടാണ് നമ്മൾ കളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കിക്കോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കോഡും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കുറേയധികം വിമർശനം നമ്മുടെ തുച്ചയിൽ നേരിട്ടു. മെയിനായിട്ട് പാൾമർ ഇല്ല, ഫോഡൻ ഇല്ല, അതുപോലെ തന്നെ മഗ്യൂർ ഇല്ല, അർണോൾഡ് ഇല്ല. സ്റ്റാർ പ്ലേയേഴ്സ് ആണല്ലോ, എന്തായാലും വിമർശനം വരും. പക്ഷേ അവരുടെയൊക്കെ വായ അടപ്പിച്ചിട്ടാണ് ഇന്നലെ നമ്മുടെ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 4-2 ഒരു കിടിലൻ വിജയം. അതും ഒരു രക്ഷയില്ല. പ്രൈം പയ്യണൊക്കെ കളിക്കണ പോലത്തെ ഒരു കളിയാണ് കളിച്ച്. ഇങ്ങോട്ട് 2 ആയിട്ട് അങ്ങോട്ട് 4 അടിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയിൽ കളിച്ച്. ബെല്ലിങ്ങാം ആയിക്കോട്ടെ, ബെല്ലിങ്ങാം എന്താ വർക്ക് റേറ്റ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കെയ്യൻ, റാഷ്ഫോർഡ് നല്ല കളിയായിരുന്നു. എല്ലാവരും അടിപൊളി കളി തന്നെയായിരുന്നു കേട്ടോ. ക്രൊയേഷ്യ ആയിക്കോട്ടെ നല്ല കളി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും ഇൻ ഗെയിമത്ത് വരെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും മാനേജർ ഡീറ്റെയിൽസ് നോക്കാം. സോ ഞാൻ പറഞ്ഞത് പൊസിഷൻ ഗെയിം 90, ക്വിക്ക് കൗണ്ടർ 89 വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ പ്ലേയേഴ്സ് പ്ലസ് നോക്കുമ്പോൾ കോച്ചിങ് എഫിഷ്യൻസി നോക്കുമ്പോൾ സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. സോ ഇൻക്രീസ് എക്സ്പീരിയൻസ് പോയിൻറ്റ് 5 സ്റ്റാർ PV പ്ലേയേഴ്സ് ഗെയിൻ ഡ്യൂറിങ് മാച്ച് 200%. ഓക്കെ, 5 സ്റ്റാർ പ്ലേയേഴ്സിനിട്ട് കളിപ്പിക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും അതിനിട്ട് കളിപ്പില്ല, വേറെ കാര്യം. സോ ആളുടെ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ ലോ പാസ് 1, അതുപോലെ തന്നെ സ്റ്റാമിന 1 കേട്ടോ. അപ്പോൾ ഇതാണ് ബൂസ്റ്റർ വരുന്നത്, 2 ബൂസ്റ്റർ. സോ ആൾ ലിങ്കപ്പ് നോക്കുകയാണെങ്കിൽ ഓർക്കസ്ട്രേറ്റർ ടു CF ആട്ടോ ലിങ്കപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഓർക്കസ്ട്രേറ്ററായിട്ട് DMF ആരും ഇല്ല. ഓക്കെ, ആൻഡേഴ്സൺ റിലീസ് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പോൾ ലിങ്കപ്പിൽ ഇപ്പോൾ കളിക്കല്ലോ കേട്ടോ. എന്തായാലും ഹാരി കെയിൻ സെൻറ്റർ ഫോർവേഡ് ആയിട്ടുണ്ട്, അവിടെ ഇറക്കട്ടെ. ഇതാണ് ചില ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഹാരി കെയിൻ നോക്കുകയാണെങ്കിൽ ആളുടെ പ്ലെയർ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. സോ 33 വയസ്സുള്ള ഹാരി കെയിനാണ്, 188 ഹൈറ്റ്, റൈറ്റ് ഫുട്ടറാണ് കേട്ടോ. സോ ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുടെ ലിങ്കപ്പ് കളിക്കാൻ പറ്റില്ല. റാഷ്ഫോർഡിനെ പിടിച്ച് പറ്റില്ല. വേറെ പ്ലേസിന് ഇട്ടാലേ ലിങ്കപ്പ് കളിക്കാൻ പറ്റുള്ളൂ. ഈ സ്കൂളിൽ വെച്ചില്ല ആളെ വെച്ചിട്ട്. സോ ആളുടെ പ്ലേ സ്റ്റൈൽസൊക്കെ ലോങ് ബോൾ എക്സ്പെർട്ട് ഉണ്ട്, ലോങ് റേഞ്ചർ ഉണ്ട്. സോ ഡീറ്റെയിൽസൊക്കെയാണ് 105 ഓവറോൾ കിട്ടും. അപ്പോൾ 2000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എപ്പിക്ക് എന്തായാലും കിട്ടും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. സോ ഇതിൽ അറ്റാക്ക് എവറേജ് 95 ഉണ്ട്, ബോൾ കൺട്രോൾ 87, ഡ്രിബിളിങ് 82, ടൈറ്റ് പൊസിഷൻ 84. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡ്രിബിളിങ് സ്റ്റാറ്റ്സ് വരുന്നുണ്ട്. ലോ പാസ് 82 ഉണ്ട്, ഫിനിഷിങ് 94 ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. കീള് 82, സ്പീഡ് 89, ആക്സലേഷൻ 92, കിക്ക് പവർ 93. അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് 86, ബാലൻസ് 86, സ്റ്റാമിന 88. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് നമ്മുടെ ഹാരി കെയിന് വരുന്നുണ്ട് കേട്ടോ. സോ ആൾക്ക് വന്നൊരു ബൂസ്റ്റർ സ്ട്രൈക്ക് അസിസ്റ്റൻ്റ് ആണ്, അതന്നെ കൊടുത്താൽ മതി കേട്ടോ. സോ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഹെഡിങ്, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ലോ സ്ക്രീമർ, ഫസ്റ്റ് ഗെയിം ഷോട്ട്, 1 ടച്ച് പാസ്, ത്രൂ പാസിംഗ്, ഔട്ട് സൈഡ് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്, ക്യാപ്റ്റൻസി. സോ ലോ സ്ക്രീമറാണ് മെയിൻ സ്കില്ല്. ഇതിലേക്ക് ഒരു ഡബിൾ ടച്ച് ആഡ് ചെയ്യുക, ഷൂട്ടിംഗ് സ്കില്ല് ആഡ് ചെയ്യണ്ടേ, ലോ സ്ക്രീമർ ഉണ്ടല്ലോ. പിന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കില്ലിൻ്റെ വാല്യൂവും. പിന്നെ എന്തുട്ടാ അത് മതി. മെയിനായിട്ട് ഡബിൾ ടച്ച് തന്നെ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അത്യാവശ്യത്തിന് ആൾക്കുണ്ട്. എന്തെങ്കിലും വിട്ടുപോയി ജസ്റ്റ് ആൾ കമൻറ്റ് ഇട്ടോ. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഈ സ്കോഡ് വെച്ചിട്ട് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ റിയൽ ലൈഫിൽ അടിച്ച പോലെ തന്നെ ഇതിൽ അടിക്കാൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. റൈസ് പാസ്വേഡ് ഹാരി കെയിൻ. അയ്യോ എൻ്റെ സത്യം. ഓക്കെ, ബേൺ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹാരി കെയിൻ. ഓക്കെ, അടുപ്പിച്ചോക്കെ ഹാരി കെയിൻ. അയ്യോ സേവ് നല്ലൊരു ട്രൈ ആയിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഇത് ഗോൾ കീപ്പറാണ് അത്. എന്തായാലും ഒരു കോർണർ ഇട്ടിട്ട് കണ്ടോ, ടേണ് നല്ല ടേണായിരുന്നു, മൂലക്കേറിയ അടിപൊളിയായിരുന്നത്. എന്തായാലും കഴിച്ചൊരു കോർണർ ഇട്ടിട്ടുണ്ട്. അർണോൾഡാണ്, നമുക്കതിൽ ഔട്ട് സൈഡ് കൊടുക്കാം. ഓക്കെ, ഔട്ട് സൈഡ് കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേൺ ചേട്ടോ, സേവ് ഡ്രോ. നല്ല ട്രൈ ആയിരുന്നു കിഡിലൻ ഹെഡായിരുന്നു കേട്ടോ. ചെലസ്റ്റർ ആണ് കേട്ടോ അവൻ്റെ. ഓക്കെ, ബേൺ എടുത്തിട്ടുണ്ട്, നൈസ് വൺ. ബേൺ റൈസിന് കൊടുക്കാം. ഓക്കെ, റൈസ്, കോൺസ, ആൻഡ് ഇറ്റ്സ് പാൾമർ, ബെല്ലിങ്ങാം. ഡ്രിബിൾ ചെയ്താലും ബെല്ലിങ്ങാമിനോട്. ഓക്കെ, ബെല്ലിങ്ങാം, നൈസ് ടേൺ. ബെല്ലിങ്ങാം പോയിക്കോ. ബെല്ലിങ്ങാം എൻ്റെ അളിയ കിഡിലൻ. ബെല്ലിങ്ങാം ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, ബെല്ലിങ്ങാം. ഓക്കെ, ഒരു കേൾ കൊടുക്കാം. ഷേടോ നല്ല കളിയായിരുന്നു ആൻഡ് ഇറ്റ്സ് ബാച്ചസ് ടു അച്ചക്കൂട്ട. ഓക്കെ, ഗുയി, ആൻഡ് ഇറ്റ്സ് പാൾമർ, പാസ് ടു ബെല്ലിങ്ങാം, ത്രൂ ബോൾ ഹാരി കെയിൻ. ഓക്കെ, ഒരു ഫേക്ക് ഇടാം.
ടേൺ എടുക്കാം. നൈസ് വൺ അടിച്ചു നോക്കാം. ഹാരി കെയിൻ. ഓ നല്ലൊരു അടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ. പക്ഷെ അതും സേവ് ഇട്ടാ. നല്ല ഇന്റർസെപ്ഷൻ. കെയിൻ ടേൺ വരാൻ. നൈസ് കെയിൻ. കെയിൻ കെയിൻ ഹാരി കെയിൻ. ഹാരി കെയിൻ ടേൺ വരാൻ. നൈസ് വൺ കെയിൻ. കെയിൻ ഓക്കെ അടിപ്പിച്ചു നോക്കാം. ഹാരി കെയിൻ. ഒയ്യോ ഇവിടെ ബോറും അടിച്ചോ. അത് ഇവിടെ നിന്ന് അടിച്ചൊരു 30 യാർഡ് അകലെ പോസ്റ്റും അടിച്ചു പോയി. ബെല്ലിങ്ങാമാണ്. ബെല്ലിങ്ങാം ടേൺ വരാം. ഹാരി കെയിൻ നൈസ് വൺ ഷോട്ട്. ഷേ എടാ ജസ്റ്റിനെ പോണു. നല്ല അടി കണ്ടിട്ട് 2 വല കൊണ്ട് ഉച്ചയിൽ. ആൻഡ് ഇറ്റ്സ് പാൾമർ. നൈസ് ഡ്രിബിളിങ്. ആൻഡ് ഇറ്റ്സ് കെയിൻ. കെയിൻ ടു അർണോൾഡ്. ത്രൂ തള്ളാം. ഓക്കെ കെയിൻ. കെയിൻ കെയിൻ അടിപ്പിച്ചു നോക്കാം. ഹാരി കെയിൻ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഹാരി കെയിൻ്റെ വക. ഒരു കിടിലെ ഗുണ്ട് ഷോട്ട് ഇട്ടോ. ആൻഡ് ഇറ്റ്സ് ഗോർഡൻ. ഫേക്ക്. നൈസ് വൺ ഗോർഡൻ. ഗോർഡൻ ക്രോസ് വയ്ക്കാം. ഹാരി കെയിൻ ഹെഡ്. അയ്യേ ഡയറക്റ്റ് കാലിക്കുകയുണ്ട്. നോൾ ടു കെയിൻ. കെയിൻ കെയിൻ അടിപ്പിച്ചു നോക്കാം. ഷേ പവർ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ആയിരുന്നു ഗോളിയുടെ. കേൾ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. ചെട്ടിയാരും വരുമോ? ഓക്കെ അയ്യേ ഇന്റർസെപ്ഷൻ. ഓക്കെ ബേണാണ്. അടിപ്പിച്ചു നോക്കാം. ബേൺ. അയ്യടാ അതും സേവ് ഇട്ടടാ പോൻ. എംബാപ്പേ ഓക്കെ എടുത്തിട്ടുണ്ട്. കോൺസ. ആൻഡ് ഇറ്റ്സ് ബേൺ. റൈസ്. റൈസ് ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ടു ബെല്ലി. ബെല്ലി ടു പാൾമർ. പാൾമർ ടു കെയിൻ. കെയിൻ കെയിൻ ഓക്കെ കെയിൻ അടിപ്പിച്ചു നോക്കാം. കെയിൻ എടാ സേവാടാ ഫുള്ള്. ഓക്കെ കെയിൻ ടു പാൾമറിന് വെച്ചിട്ട് സ്പ്രിന്റ് അടിക്കും പാൾമർ. ഓക്കെ നൈസ് വൺ പാൾമർ. പാൾമർ 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 ക്രോസ് ഇട്ടുണ്ട്. അതോ ആടാ ഹാരി കെയിനോട് ഹെഡ് ചെയ്യാൻ പോയത്. ആ റാഷ്ഫോർഡ് ഹെഡ് ഹെഡ് ചെയ്തിക്കണു. സെൽവസ്റ്റർ. ഓക്കെ അർണോൾഡ് എടുത്തിട്ടുണ്ട്. പാസ് കൊടുക്കുക. പാൾമർ. ആൻഡ് ഇറ്റ്സ് അർണോൾഡ്. ത്രൂ ടു കെയിൻ. കെയിൻ കെയിൻ പാസ് ടു റാഷ്ഫോർഡ്. ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഛേ ഫസ്റ്റ് പോസ്റ്റിൽ കറക്റ്റ് ഗോളി ഉണ്ടായിരുന്നു. ഒലീസെ. ഓക്കെ ഷെബാ എൻ്റെ പൊന്നെ ഓൻ കിടിലച്ചാക്കാണല്ലോ. ഒലീസെ ഓൻ്റെ ഒലീസെ ഇടുക്ക് ഹെഡ് ചെയ്ത്. ഓ പിക്ഫോർഡ്. എൻ്റെ വിളിയോ ഇവിടെ പിക്ഫോർഡിൻ്റെ മാരക സേവ്. ഏതാ സാധനം എടുത്ത് എടാ റൊണാൾഡ്. ഓക്കെ നമ്മൾ ഡിസെപ്റ്റ് ചെയ്ത്. റൈസ്. ഓക്കെ ഇറ്റ്സ് ഹാരി കെയിൻ ടു പാൾമർ. പാൾമർ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ടു അർണോൾഡ്. ത്രൂ തള്ളാം. ഓക്കെ എൻ്റെ പൊന്നെ അർണോൾഡിന് കിടിലൻ ത്രൂ. കേള് കൊടുക്കാം. ഷെഡ് അളിയാടോ അർണോൾഡ്. ഏതാ കൗണ്ടർ അവിടെ. പിക്ഫോർഡിന്റെ കിടില സേവ്. ഇവിടെ കിടില കൗണ്ടർ. ഗോൾ അടിച്ചാ ആ സേവ് എന്ന് പോയിട്ട് നമ്മള് ഏതാ ത്രൂ ബോൾ അത്. അവിടെ അർണോൾഡിന് ത്രൂ കണ്ടോ. ഐശേ ഗോർഡൻ. ത്രൂ ബോൾ ടു റാഷ്ഫോർഡ്. ടേൺ വരാം. ഓക്കെ ത്രൂ ബോൾ ടു കെയിൻ. അടിപ്പിച്ചു നോക്കാം. കെയിൻ എടാ കെയിൻ അത് ഗോളാക്കിട്ടോ. അതൊക്കെ ഓപ്പൺ. അതൊക്കെ മിസ്സാക്കാൻ പാടില്ലടാ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗോർഡൻ ത്രൂ തള്ളാം. റാഷ്ഫോർഡ്. റാഷ്ഫോർഡും ഉണ്ട്. റാഷ്ഫോർഡും ഉണ്ട്. ത്രൂ തള്ളാം നമുക്ക്. കെയിന്. കെയിൻ എടാ കെയിന് ചേടാ അത് ഫസ്റ്റ് ടൈം അടിച്ചാൽ മതിയായിരുന്നു റാഷ്ഫോർഡിൻ്റെ. ഞാൻ കെയിനെ കൊണ്ട് ഗോൾ അടിപ്പി നോക്കിയതാ. എടോ പ്രസി. ഓക്കെ ഗോർഡൻ എടുത്തിട്ട് ഒരു കേൾ കൊടുത്ത് നോക്കാം. ഗോർഡൻ ഓടോ എൻ്റെ പൊന്നെ. എടാ അതേതാ ഗോള്. എടാ ഗോർഡനെ കീട്ടിലെ ബ്ലിറ്റ്സോ പ്രസ് ചെയ്ത് പന്തെടുത്തത്. എൻ്റെ അളി എടാ ഏതാ ഗോളത്. ആൻഡ് ഇറ്റ്സ് ഓക്കെ കെയിൻ. കെയിൻ ഡബിൾ ടച്ച് അടിപ്പിച്ചു നോക്കാം. കെയിൻ അയ്യേ ഫുള്ളടി കയ്യിലേക്കാ പോണടാ. ക്രോസ് എടാ ഷെത്തിൻ്റെ. ആൻഡ് ഇറ്റ്സ് റാഷ്ഫോർഡ്. പാസ് ടു കെയിൻ. ഡബിൾ ടച്ച്. ഒരു ഡബിൾ ടച്ച് ഇടാം. അടിപ്പിച്ചു നോക്കാം. കെയിൻ സേവ് എടാ ഫുള്ള് സേവാലോ. പാൾമർ. പാൾമർ ടു ഹാരി കെയിൻ. ഓക്കെ ഹാരി കെയിൻ. ഓക്കെ ഹാരി കെയിൻ. ഹാരി കെയിൻ. ഹാരി കെയിൻ അടിപ്പിച്ചു നോക്കാം. ഹാരി കെയിൻ എൻ്റെ പൊന്ന് ഗൈസ് അതാണ് നമ്മൾ നോക്കി വന്ന ഗോള്. ഒരു വെടിച്ചില്ല ഗുണ്ട് ഷോട്ട് ഫ്രം ഹാരി കെയിൻ. ബാങ്കർ സാധനം കേട്ടോ. റേസിങ് അടിച്ച് കയറി. റേസിങ് സ്കില്ലില്ല പക്ഷെ സാധനം വന്ന് കണ്ടോ. അത് എന്താ അടിയില്ലേ. തുച്ചയിൽ സന്തോഷമായി. തുച്ചയിലെ മുടിയൊക്കെ പോയടപ്പോ ഇപ്പോൾ ഈ മുടിയില്ല. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ പിള്ളേരെ. അടി നോക്കിക്കോട്ടോ. ടേൺ റണ്ണ് ആഷ്. ഓക്കെ നമ്മളിതിൻ്റെ ഗുയി. ആൻഡ് ഇറ്റ്സ് പാൾമർ. ഹാരി കെയിൻ ഡബിൾ ടച്ച് ഇടാം. നൈസ് വൺ ഹാരി കെയിൻ. ഹാരി കെയിൻ. ഹാരി കെയിൻ. ഹാരി കെയിൻ അടിപ്പിച്ചു നോക്കാം. ഹാരി കെയിൻ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഹാരി കെയിൻ അടി തുടങ്ങിയിട്ട് ഒരു വിധത്തിൽ. സോ ഡബിൾ ടച്ച് ആഡ് ചെയ്തു ഞാൻ ഇടയിൽ വെച്ചിട്ട്. അതിന് പിന്നെ നല്ല കളി കളിക്കുന്നുണ്ട് ചങ്ങായി. ഡബിൾ ടച്ച് ഇട്ട് പോകുമ്പോൾ ഒന്നുകൂട്ടി രസമുണ്ട്. അപ്പോൾ ഡബിൾ ടച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കുക. പാൾമർ. ആൻഡ് ഇറ്റ്സ് കെയിൻ. കെയിൻ ഡബിൾ ടച്ച്. നൈസ് വൺ കെയിൻ. കെയിൻ 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 ഹാരി കെയിൻ. ഹാരി കെയിൻ അടിപ്പിച്ചു നോക്കാം. ഹാരി കെയിൻ ഏയ് അത് പോയി ലെഫ്റ്റ് ഫുട്ടായിരുന്നു. ആ ബേൺ എടുക്കത്. ഓക്കെ നൈസ് ബേൺ.
പാസ് ടു അർണോൾഡ്, ത്രൂ ബോൾ ടു പാൾമർ, പാസ് ടു ഹാരി കെയ്ൻ, നൈസ് ഡ്രിബ്ലിംഗ് ഹാരി കെയ്ൻ, ഡബിൾ ടച്ച് ഇടാം. എടാ ഡബിൾ ടച്ച് വന്നില്ല, എടാ അച്ഛേ ആ ഡബിൾ ടച്ച് ഇട്ട് ഒന്നുകൂടി കയറിയിരുന്നത് വന്നില്ല താനും. ഹെഡ് ചെയ്ത റേസോടെ. ഓക്കെ പാൾമർ, ത്രൂ ബോൾ ടു ഹാരി കെയ്ൻ, ഡബിൾ ടച്ച്. എടാ ഡബിൾ ടച്ച് വരുന്നില്ലടാ അച്ഛേ, ഡയറക്റ്റ് അടിയാണ്. ഓക്കെ ബെല്ലിംഗാം, ക്രോസ് ഇടാം. ഹാരി കെയ്ൻ അടിച്ചേ. എടാ ഒരു ചൊവ്വ വരുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഹാരി കെയ്നും അതുപോലെ തന്നെ തുച്ചേലിനെ വെച്ച് നമ്മുടെ ഇംഗ്ലണ്ട് പാക്കിന് വെച്ചിട്ട് കുറച്ച് കളിയൊക്കെ കളിപ്പിച്ച് നോക്കി. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞത് പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര ഒരു ഗോൾ സ്കോറിംഗ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനി എൻ്റെ കളി ശരിയാവാണ്ടായിരിക്കും മേ ബി, എന്താ അറിയില്ല, ഒരു ഇത് വന്നില്ല. പിന്നെ ആ പൊസിഷൻ ഗെയിം അങ്ങനെ കളിക്കാറില്ല മെയിനായിട്ട്. അപ്പോൾ തുച്ചേലിനായിട്ട് കളിപ്പിച്ചപ്പോൾ ഡിഫൻസ് ഒന്നും വലിയ പ്രശ്നമില്ല, ഗോളൊന്നും അങ്ങനെ കൺസീഡൊന്നും ഇല്ല. എന്നാലും കണക്ഷൻ കുറവിൻ്റെ ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ. എന്താ അറിയില്ല, കളിപ്പിക്കാറുണ്ട്. പൊസിഷൻ ഗെയിം കളിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ലതായി സൂട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഗോളൊന്നും ഞാൻ അധികം വഴങ്ങിയില്ല. ഡിഫൻസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. പിന്നെ കെയ്ൻ നല്ല തന്നെ കേട്ടോ, കുഴപ്പമില്ല. 2 കാലം കൊണ്ട് അടിക്കുന്നുണ്ട്. ഡബിൾ ടച്ച് ഇട്ടപ്പോൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക്. ഡബിൾ ടച്ച് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ തോന്നി. ടോട്ടൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു 10 ഒരു 7, 6 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു പാക്കായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങളൊരു പൊസിഷൻ ഗെയിം കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും തുച്ചേലിന് പോയിക്കോ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഹാരി കെയ്ൻ ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ആൾ ഇറങ്ങി വന്നിട്ടൊക്കെ കളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കളിപ്പിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും കളിപ്പിച്ചോ. ഓക്കെ, അത്ര ഞാൻ പറയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇതിനെ ഹൈപ്പ് കൊടുക്കണില്ല പാക്കിന്. കാരണം ഈ ഫ്രാൻസ് പാക്ക് പോലൊന്നും ഡെംബലെ, എംബാപ്പെ ആ ലെവലിലുള്ള പെർഫോമൻസ് വരുന്ന സെൻട്രൽ ഫോർവേഡ് ഇതിലില്ല. അതുപോലെ തന്നെ അണ്ണൻ്റെ ആയിക്കോട്ടെ ഗോൾ പോസ്റ്റർ കാർഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറുള്ള കാർഡാണ് അത്. മാനേജർ മാർട്ടിനസ് ഒരു ആവറേജ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഞാൻ 3 കളിപ്പിച്ചതിൽ എനിക്ക് 3ാമതൊരു ഫീൽ ചെയ്യണ ഒരു പാക്കാണിത്. ഓക്കെ, എന്തായാലും അടുത്ത ഏത് ടീമിൻ്റെ പാക്കിൻ്റെ റിവ്യൂ ആണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 റേറ്റിംഗ് കൊടുക്കുക, 6, 6.5. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.